ജനതയുടെ പെരുമ ഇനി കടലിനക്കരയും. വീട്ടമ്മമാർ ഇനി സമയം കളയണ്ട. രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പൊതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത കറി മസാലകൾ ഇപ്പോൾ വിപണിയിൽ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. പാലും പാലുൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിലും വിതരണത്തിലും അരനൂറ്റാണ്ട് കാലമായി ജനവിശ്വാസം നേടിയെടുത്ത മാതൃക ജനകീയ സ്ഥാപനമായ വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉൽപ്പന്നം ഇനി കടലും കടന്ന് വിദേശ രാജ്യങ്ങളിലും. ജനത ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ നെയ്യാണ് ആദ്യമായി ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വിപണിയിലൂടെ ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നത്. ഈ യാത്രയുടെ ഔപചാരികമായ ഫ്ലാഗ് ഓഫ് കർമ്മം ആഗസ്റ്റ് 18 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് ജനതാ ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് പറയാം. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഈ പയ്യന്നൂർ ക്ഷേത്രം മാത്രമല്ല, ഗുരുവായൂർ, ഭട്ടാരിക്കര, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം നമ്മൾ നെയ്യാണ് ഇപ്പോൾ ഉയർന്നത്. നെയ്യെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വീകാര്യത നെയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 2000-ലധികം ക്ഷീരകർഷകരിലൂടെ സംഭരിക്കുന്ന പാൽ, അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തൈര്, സംഭാരം, പേട, ലസ്സി എന്നിവയ്ക്ക് പുറമെ ഐസി മൂൺ എന്ന ഐസ്ക്രീം ഉൽപ്പന്നവുമാണ് ഇന്ന് ജനതയെ ഈ രംഗത്ത് മുൻപന്തിയിൽ പിടിച്ചു നിർത്തുന്നത്. ഐസ്ക്രീം ഉൽപ്പാദനത്തിനായി 3 കോടിയോളം രൂപ ചെലവിൽ ഒരുക്കിയ അത്യാധുനിക ഐസ്ക്രീം യൂണിറ്റ് ഇതിനകം പ്രവർത്തന സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ കർഷകർക്ക് പശുവളർത്തലിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി പെരിങ്ങോം വയക്കരയിൽ 10 ഏക്കർ സ്ഥലത്തായി നിർമ്മിക്കുന്ന ഹൈടെക് ഫാമിൻ്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണെന്ന് സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ, സെക്രട്ടറി T ശ്രീജിത്ത്, മറ്റു ഭാരവാഹികളായ TV രവീന്ദ്രൻ, KV സുധാകരൻ, M ചന്ദ്രൻ, V സത്യൻ, TV രാജവല്ലി, K സതീശൻ, PV രാമചന്ദ്രൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്ന് ജനതയുടെ വളർച്ചയിൽ ഒപ്പം നിൽക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഓടക്കോടിയും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.